പള്ളിക്കൂദാശകാലം രണ്ടാം വെള്ളി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. വഴിയും സത്യവും ജീവനുമായ ഈശോ ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാൻ സമയമായി എന്ന് യേശു അറിഞ്ഞു. തന്റെ ജീവിതത്തിലെ അവസാന പെസഹ ഭക്ഷിക്കുവാൻ ശിഷ്യന്മാരെ അവൻ നിയോഗിച്ചു. അവരുടെ പാദങ്ങൾ കഴുകി അപ്പവും വീഞ്ഞും ശരീര രക്തങ്ങളാക്കി തന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ അവരെ നിയോഗിച്ചു. തുടർന്ന് നൽകുന്ന അന്ത്യപ്രഭാഷണത്തിന്റെ 1-ാം ഭാഗമാണ് ഇന്നത്തെ ചിന്താവിഷയം. തന്റെ അന്ത്യത്തിന്റെ സമയമായി എന്നറിയിച്ചപ്പോൾ ശിഷ്യന്മാരിലുണ്ടായ അസ്വസ്ഥത ദൂരീകരിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അവർക്കും വേണ്ടിയുള്ള സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ തിരിച്ചു വന്ന് അവരെയും കൂട്ടിക്കൊണ്ടു പോകാനാണ് താൻ പോകുന്നത് എന്ന പ്രത്യാശയാണ് ആദ്യം നൽകുന്നത്. കർത്താവേ, നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി എങ്ങനെ ഞങ്ങൾ അറിയുമെന്ന് തോമസ് ചോദിക്കുമ്പോൾ യേശു പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാനാണ്. അവൻ സഞ്ചരിച്ച വഴി ഇടുങ്ങിയതും വീതി കുറഞ്ഞതും ദുർഘടം പിടിച്ചതും മുള്ളു നിറഞ്ഞതുമാണ്. മനുഷ്യരുടെ മുഖം നോക്കാതെ സത്യം വിളിച്ചു പറഞ്ഞവനാണവൻ. ഹേറോദേസിനെ കുറുക്കനെന്നും അധികാരവർഗത്തെ വെള്ളയടിച്ച കുഴിമാടങ്ങളെന്നും ദേവാലയത്തിൽ കച്ചവടം ചെയ്തവരെ ചാട്ടകാറുണ്ടാക്കി ആട്ടിയോടിച്ചവനുമാണ്. നിത്യജീവന്റെ ഉറവയാണവൻ. ഞാനാണ് പുനരുത്ഥാനവും ജീവനുമെന്ന് പ്രഖ്യാപിച്ചവനാണ്. മരിച്ചവരെ ഉയർപ്പിക്കുക മാത്രമല്ല, പാപത്തിന്റെ ഫലമായി ലോകത്തിലേക്ക് കടന്നു വന്ന മരണത്തെ കീഴ്പ്പെടുത്തി നമുക്ക് നിത്യജീവൻ നേടിത്തരാൻ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് മരണത്തിന്റെ ദംശനത്തെ കീഴടക്കി വിജയം വരിച്ചവനാണവൻ.